നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിദ്യാലയങ്ങളിൽ ഓണപരീക്ഷ മാറ്റിവെച്ചതിൽ പ്രതിഷേധം. യുവമോർച്ച പ്രവർത്തകർ DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ 45 ദിവസത്തിനകം നൽകാൻ നടപടി വേണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കെ മോഹൻകുമാർ. ജനങ്ങളുടെ ജീവന് ഭീഷണി ഉയർത്തി തകർന്നു വീഴാറായ വാട്ടർ ടാങ്ക്. മാവുങ്കാലിലെ വാട്ടർ ടാങ്ക് പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പകർച്ചപ്പനി പടരുമ്പോഴും സർക്കാർ ആശുപത്രിയിലെ സൗകര്യങ്ങൾ ഉയർത്തുന്നില്ല. ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ NCP പ്രവർത്തകരുടെ പ്രതിഷേധം. ക്ഷേമനിധി ഓഫീസിൽ സ്ഥിരം എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കണം. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. അടോട്ടുവയലിലെ തരിശുപാടത്ത് നെൽകൃഷി ഇറക്കി ജോളി ക്ലബ് പ്രവർത്തകർ മാതൃകയായി. വാർത്തകൾ വിശദമായി. പാഠപുസ്തക വിതരണത്തിലെ അപാകത പരിഹരിക്കണമെന്ന് യുവമോർച്ച. ഓണപരീക്ഷ മാറ്റിയതിലും പ്രതിഷേധം. യുവമോർച്ച DDE ഓഫീസ് മാർച്ച് നടത്തി. പാഠപുസ്തക വിതരണത്തിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DDE ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം കലക്ട്രേറ്റ് പരിസരത്ത് DDE ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡുകൾ തെച്ച് തടഞ്ഞു. നേരിയ തോതിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി KT വിപിൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഓണപരീക്ഷ ഓണത്തിന് മുമ്പ് നടത്തുക, അതുപോലെ പാഠപുസ്തകം പുസ്തകം എഴുതിയത് അന്വേഷിക്കുക, അതിലുണ്ടായിട്ടുള്ള അഴിമതി അന്വേഷിക്കുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചാട്ടാണ് യുവമോർച്ച സമരമുഖത്തുള്ളത്. BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, സംസ്ഥാന ട്രഷറർ വിജയകുമാർ റൈ, ജില്ലാ പ്രസിഡന്റ് PR സുനിൽ, K രാജേഷ് കൈന്താർ, AP ഹരീഷ് എന്നിവർ പ്രസംഗിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച ആനുകൂല്യങ്ങൾ 45 ദിവസത്തിനകം നൽകണം. നിർദ്ദേശം മനുഷ്യാവകാശ കമ്മീഷൻ അംഗം K മോഹൻകുമാറിന്റേത്. എൻഡോസൾഫാൻ ദുരിതബാധിതരായവർക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശപ്രകാരമുള്ള ആനുകൂല്യങ്ങൾ 45 ദിവസത്തിനകം ലഭ്യമാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം K മോഹൻകുമാർ നിർദ്ദേശിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പരാതികൾ സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ 6 പരാതികളാണ് ലഭിച്ചത്. അർഹരായ മുഴുവൻ ദുരിതബാധിതർക്കും ആനുകൂല്യം ലഭ്യമാക്കണം. ഇതിനായി കലക്ടർക്കും എൻഡോസൾഫാൻ സെല്ലിനും നോട്ടീസ് അയക്കുമെന്നും K മോഹൻകുമാർ പറഞ്ഞു. അപകട ഭീഷണി ഉയർത്തുന്ന മാവുങ്കാലിലെ വാട്ടർ ടാങ്ക് മാറ്റി സ്ഥാപിക്കാൻ നടപടിയില്ല. അപകടാവസ്ഥയിലായ വാട്ടർ ടാങ്കിന്റെ ശുചീകരണം മുടങ്ങി. മാവുങ്കാലിലെ നിർദ്ദിഷ്ട ബസ് ബേക്ക് സമീപത്തെ വാട്ടർ ടാങ്ക് അപകടാവസ്ഥയിലായി വർഷങ്ങൾ പിന്നിടുമ്പോഴും മാറ്റി സ്ഥാപിക്കാൻ നടപടി വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാവുന്നു. പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിനായി സ്ഥലം നീക്കിവെച്ചിടത്താണ് വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത്. വാട്ടർ ടാങ്ക് പൊളിച്ചു നീക്കണമെന്ന ആവശ്യം പഞ്ചായത്ത് ഭരണസമിതി വാട്ടർ അതോറിറ്റിക്ക് മുമ്പിൽ സമർപ്പിച്ചിരുന്നു. പുതിയ വാട്ടർ ടാങ്ക് 50 മീറ്റർ മാറ്റി സ്ഥാപിക്കണമെന്നാണ് പഞ്ചായത്ത് ആവശ്യപ്പെടുന്നത്. പൈപ്പുകൾ പുനഃസ്ഥാപിക്കാൻ പണം നൽകാമെന്ന് പഞ്ചായത്ത് അറിയിച്ചിരുന്നു. എന്നാൽ വാട്ടർ ടാങ്ക് പൊളിക്കാൻ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല. വാട്ടർ ടാങ്കിന്റെ മുകൾ ഭാഗം പലയിടത്തും ദ്രവിച്ച നിലയിലാണ്.
സമീപത്തെ ഉദയംകുന്ന് റോഡിൽ കൂടി പോകുന്ന യാത്രികരുടെ ദേഹത്തും സിമന്റ് കഷ്ണങ്ങൾ അടർന്നു വീഴുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദ്രവിച്ച കമ്പികളും അടരുന്ന സിമന്റ് കഷ്ണങ്ങളും ടാങ്കിന്റെ അപകടാവസ്ഥ കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേസമയം വാട്ടർ ടാങ്കിന്റെ ശുചീകരണത്തിനും വാട്ടർ അതോറിറ്റി ശ്രദ്ധ ചെലുത്തുന്നില്ല. വെള്ളം ശുദ്ധീകരിക്കുന്നതിന് ടാങ്കിന് മുകളിൽ കയറാൻ തൊഴിലാളികൾ തയ്യാറാവുന്നുമില്ല. ടാങ്ക് പൊളിച്ചുമാറ്റി പുതിയത് സ്ഥാപിക്കാൻ നടപടി വേണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി VK ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടു. മാവുങ്കാൽ വ്യാപാര ഭവൻ ഉദയംകുന്ന് റോഡിലുള്ള ഈ വാട്ടർ ടാങ്ക് വർഷങ്ങളോളമായി ഇത് ഈ നിലയിൽ തുടർന്നു നിൽക്കുകയാണ്. ഈ വാട്ടർ ടാങ്ക് മാറ്റി സ്ഥാപിക്കുന്നതിനായി പഞ്ചായത്തിനോടും വാട്ടർ അതോറിറ്റിയോടും നിരവധി തവണ നിവേദനങ്ങളും അവരെ പോയി കണ്ടും സംസാരിച്ചെങ്കിലും അത് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. വഴിയാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഇതിലൂടെ കടന്നു പോകുന്ന സ്കൂൾ കുട്ടികൾക്കും ഈ വാട്ടർ ടാങ്കിൽ നിന്ന് അടർന്നു വീഴുന്ന സിമന്റിൻ്റെ കഷ്ണങ്ങൾ കൊണ്ട് യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടും അവരുടെ ജീവന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഇതിനെതിരെ നാട്ടുകാരെല്ലാവരും കൂടി ഈ ഭാഗത്തുള്ള ഗതാഗതം നടന്നു പോകേണ്ട സൗകര്യവും ബ്ലോക്ക് ചെയ്തിട്ട് ആഴ്ചകൾ ആയിട്ടുണ്ട്. ഈ വാട്ടർ ടാങ്ക് മാറ്റുന്നതിന് വേണ്ടി അധികാരികളുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുകൂടാതെ 6-7 വർഷങ്ങളായി ഈ പഞ്ചായത്തിൻ്റെ ബസ് സ്റ്റാൻഡിന് വേണ്ടി നീക്കിവെച്ച സ്ഥലമാണിത്. ഈ സ്ഥലത്ത് ഇതിനു വേണ്ടുന്ന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി അധികാരികൾ ഇതുവരെയും തയ്യാറായിട്ടില്ല. മാവുങ്കാലിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ ഈ ആവശ്യം ഉന്നയിച്ച് ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന തരത്തിൽ വാട്ടർ ടാങ്ക് നിർമ്മിക്കുമ്പോഴും നടപടിയെടുക്കാൻ തയ്യാറാകാത്ത അധികൃതരുടെ നിലപാടിൽ വരും നാളുകളിൽ പ്രതിഷേധം ശക്തമാവാനിടയുണ്ട്. ക്യാമറമാൻ ജയരാജനൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. പകർച്ചപ്പനി പടരുമ്പോഴും ആതുര ശുശ്രൂഷ രംഗത്തെ ഒഴിവുകൾ നികത്താൻ തയ്യാറാകാത്ത സർക്കാർ നിലപാടിൽ NCPയുടെ പ്രതിഷേധം. NCP പ്രവർത്തകർ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ ധർണാ സമരം നടത്തി. ജില്ലയിലാകമാനം പകർച്ചപ്പനി പടർന്നു പിടിക്കുമ്പോഴും സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്താൻ നടപടിയില്ലാത്തതിൽ പ്രതിഷേധം ശക്തമാവുന്നു. ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തണമെന്നാവശ്യപ്പെട്ട് NCP പ്രവർത്തകർ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. ആശുപത്രികളിൽ മതിയായ ചികിത്സാ സൗകര്യം ഒരുക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് NCP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CV ദാമോദരൻ പറഞ്ഞു. ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രോഗങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള യാതൊരുവിധ നടപടികളും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത് കൊണ്ടാണ് ദിനംപ്രതി നമ്മുടെ ജില്ലാ കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് പരിപാലിതർ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ജില്ലാ ആശുപത്രി കേന്ദ്രങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ജില്ലയിൽ 14 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ അധിവസിക്കുന്ന ജില്ലയിലെ പ്രധാനപ്പെട്ട ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളാണ് കാഞ്ഞങ്ങാട് ഗവൺമെൻറ് ആശുപത്രി, തിരുവനന്തപുരത്തെയും കാസർഗോഡെയും താലൂക്ക് ജനറൽ ആശുപത്രികൾ. C ബാലൻ അധ്യക്ഷനായി. PP അടിയോടി മാസ്റ്റർ, KV കൃഷ്ണൻ മാസ്റ്റർ, പ്രമോദ് കരുവളം, PV ഗോപാലൻ, സത്യൻ കല്ലംചിറ, KV ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിൽ സ്ഥിരമായി എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കാത്തതിൽ പ്രതിഷേധം. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CATUവിന്റെ നേതൃത്വത്തിൽ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിൽ സ്ഥിരമായി എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുന്നു. എക്സിക്യൂട്ടീവ് ഓഫീസറെ സ്ഥിരമായി നിയമിക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മാണ തൊഴിലാളി യൂണിയൻ CATUവിന്റെ നേതൃത്വത്തിൽ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CATU ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മരണാനന്തര സഹായം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം, ചികിത്സാ സഹായം, അങ്ങനെ ക്ഷേമ പദ്ധതിയിലെ നിരവധി ആനുകൂല്യങ്ങൾ അതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഈ ക്ഷേമനിധിയിലെ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അദ്ദേഹമാണ് അതിൽ അന്തിമമായിട്ട് ഒപ്പിട്ട് അതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾക്ക് ആനുകൂല്യങ്ങൾ നൽകേണ്ടത്. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ആഴ്ചയിൽ 2 ദിവസം, ബുധനാഴ്ചയും അതുപോലെ തന്നെ ശനിയാഴ്ചയും മാത്രമാണ് കണ്ണൂരിലെ ഓഫീസറാണ് ഇവിടെ ചാർജിലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം 2 ദിവസം മാത്രമാണ് ഇവിടെ വരുന്നത്. K ബാബു അധ്യക്ഷനായി. ബല്ലാരാജൻ, A ബാലകൃഷ്ണൻ, T നാരായണൻ, K കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. കാർഷിക ഗ്രാമത്തിന്റെ പൈതൃകം കാത്തുസൂക്ഷിക്കാൻ അടോട്ട് ജോളി യൂത്ത് സെന്ററിന്റെ പ്രവർത്തകർ വയലിലിറങ്ങി. അടോട്ട് തരിശുപാടത്തെ കൃഷിയോഗ്യമാക്കാനാണ് ക്ലബ് പ്രവർത്തകർ രംഗത്തിറങ്ങിയത്. ഗ്രാമത്തിന്റെ കാർഷിക സംസ്കാരത്തെ നിലനിർത്താൻ ക്ലബ് പ്രവർത്തകരുടെ കൂട്ടായ്മ.
അടോട്ട് വയലിൽ പാടം തരിശിടുന്നത് ഒഴിവാക്കാനാണ് ജോളി യൂത്ത് സെന്ററിന്റെ പ്രവർത്തകർ രംഗത്തിറങ്ങിയത്. ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ലബ് അംഗങ്ങളെ കൃഷിയുടെ ഭാഗമാക്കുകയായിരുന്നു. പ്രദേശത്തെ വയലുകൾ തരിശിടുന്നതിനെതിരെ സന്ദേശമുയർത്തുക എന്ന ലക്ഷ്യം കൂടി ക്ലബ് പ്രവർത്തകർക്കുണ്ട്. പരമ്പരാഗത ശൈലി പിന്തുടർന്നാണ് ഇവർ നെൽകൃഷി ഇറക്കിയത്. ക്ലബിലെ മുതിർന്ന അംഗം വല്ലത്ത് വളപ്പിൽ കുഞ്ഞിക്കണ്ണനാണ് കാളകളെ കൊണ്ട് പാടം ഉഴുതുമറിച്ചത്. ഉഴുതുമറിച്ച വയലിൽ നാടൻ നെൽവിത്താണ് വിതച്ചത്. ക്ലബ് പ്രവർത്തകരെ സഹായിക്കാൻ കുടുംബശ്രീ പ്രവർത്തകരും രംഗത്തിറങ്ങിയിരുന്നു. കളപറിക്കാനും ഞാറുനടീലിനും കുടുംബശ്രീ പ്രവർത്തകർ കൈകോർത്തു. ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ക്ലബ് പ്രവർത്തകർ കൃഷിയിടത്തിൽ ഇറങ്ങിയത്. ഇനി പുണ്യം തേടി. മാനവസ്നേഹത്തിന്റെ സന്ദേശം പകർന്ന് തെരുവത്ത് ഗവൺമെന്റ് LP സ്കൂളിൽ സ്നേഹവിരുന്നും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. ആശംസാ കാർഡുകളും സമ്മാനപ്പൊതികളും നൽകിയ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. പുണ്യമാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്ന കുട്ടികൾക്കായി കുട്ടികൾ ഇഫ്താർ സംഗമവും സ്നേഹവിരുന്നും ഒരുക്കി. ഉപവസിക്കുന്ന കുട്ടികൾക്ക് നോമ്പുതുറ വിഭവങ്ങളുമായാണ് കുട്ടികൾ എത്തിയത്. അരിയുണ്ടയും സമൂസയും മുട്ടയപ്പവും ഈത്തപ്പഴവുമായാണ് സ്നേഹവിരുന്നിന് എത്തിയത്. സ്നേഹസംഗമത്തിന്റെയും ഇഫ്താർ വിരുന്നിന്റെയും ഉദ്ഘാടനം കൂളിയങ്കാൽ ജുമാ മസ്ജിദ് ഇമാം അബൂബക്കർ സിദ്ദിഖി അൻ അസ്ഹരി നിർവഹിച്ചു. AEO T സദാനന്ദൻ റംസാൻ സന്ദേശം കൈമാറി. വാർഡ് കൗൺസിലർ വിജയ മുകുന്ദ് അധ്യക്ഷയായി. ഹെഡ്മാസ്റ്റർ KK രാഘവൻ, അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ, കൗൺസിലർ അബൂബക്കർ ഹാജി, PTA ഭാരവാഹികളായ ഗിരീഷ്, നസീർ തുടങ്ങിയവർ സംസാരിച്ചു. SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഖത്തർ ഇബ്രാഹിം ഹാജി കളനാട് സ്പോൺസർ ചെയ്യുന്ന പാവപ്പെട്ട രോഗികൾക്കുള്ള പോഷകാഹാര കിറ്റ് വിതരണം ആലിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. മുൻമന്ത്രി CT അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഖത്തർ ഇബ്രാഹിം ഹാജി കളനാട് സ്പോൺസർ ചെയ്യുന്ന 101 പാവപ്പെട്ട രോഗികൾക്കുള്ള പോഷകാഹാര കിറ്റ് വിതരണം ആലിയ ഓഡിറ്റോറിയത്തിൽ നടന്നു. മുൻമന്ത്രി CT അഹമ്മദ് അലി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഖത്തർ ഇബ്രാഹിം ഹാജി സാഹിബ് ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മമാണ് പരിശുദ്ധമായ റംസാൻ മാസത്തിൽ അദ്ദേഹം ഇവിടെ നൽകപ്പെട്ടത്. കഴിഞ്ഞ വർഷവും ഇതുപോലെ പാവപ്പെട്ട രോഗികൾക്ക് ഇതുപോലുള്ള ഏതാണ്ട് 101ഓളം പാവപ്പെട്ട രോഗികൾക്കുള്ള പോഷകാഹാര കിറ്റ് വിതരണമാണ്. അരി അടക്കമുള്ള നമ്മളെ ജീവിക്കാൻ ആവശ്യമായ ഒട്ടേറെ നല്ല ഭക്ഷ്യവസ്തുക്കളടങ്ങിയ കിറ്റാണ് ബഹുമാനപ്പെട്ട ഖത്തർ ഹാജി സാഹിബ് ഇവിടെ നൽകുന്നത്. ജില്ലാ TB ഓഫീസർ ഡോക്ടർ K രവിപ്രസാദ അധ്യക്ഷനായി. ഡോക്ടർ ഖത്തർ ഇബ്രാഹിം ഹാജി കളനാട് മുഖ്യാതിഥിയായിരുന്നു. മോഹനൻ മാങ്ങാട്, ഡോക്ടർ ജനാർദ്ദന നായക്ക്, MO വർഗീസ്, PV രാജേന്ദ്രൻ, E ചന്ദ്രശേഖരൻ നായർ, സുരേന്ദ്രൻ ബേക്കൽ, SH ഹമീദ്, പ്രേമലത വലിയ വീട്, മേരി വാഴയിൽ, മുരളീധരൻ, പുഷ്പ CK, യൂസഫ് പള്ളിക്കര, ബാലൻ MK എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഗിരിജ ജ്വല്ലേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ റംസാൻ കിറ്റ് വിതരണം നടന്നു. ഗിരിജ കോംപ്ലക്സിലാണ് റംസാൻ കിറ്റ് വിതരണം സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ഗിരിജ ജ്വല്ലേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ഗിരിജ കോംപ്ലക്സിൽ റംസാൻ കിറ്റ് വിതരണം ചെയ്തു. 500 കുടുംബങ്ങൾക്കാണ് റംസാൻ കിറ്റുകൾ നൽകിയത്. ഗിരിജ ജ്വല്ലറി സ്ഥാപകൻ പരേതനായ MC കൃഷ്ണന്റെ ഭാര്യ C ഗിരിജ, മാനേജിംഗ് പാർട്ണർ MC പ്രകാശ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അജാനൂർ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. വെള്ളിക്കോത്ത് നെഹ്റു ബാലവേദി സർഗവേദി ഹാളിലാണ് കൺവെൻഷൻ നടന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അജാനൂർ യൂണിറ്റ് കൺവെൻഷൻ വെള്ളിക്കോത്ത് വെച്ച് നടന്നു. കൺവെൻഷൻ സംസ്ഥാന കൗൺസിൽ അംഗം സുകുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമ്മെ സംബന്ധിച്ചിടത്തോളം സമ്മേളനങ്ങൾ ഇവിടെ കൂടിയ മിക്കവാറും ആളുകൾ സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുത്തവരാണ്. അതുകൊണ്ട് തന്നെ ഒരു സമ്മേളനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ വിശദീകരിക്കേണ്ടതായിട്ടില്ല. 21ാം സംസ്ഥാന സമ്മേളനം നമ്മളാണ് നടത്തിയത്. ആ സമ്മേളനത്തിൽ വെച്ചാണ് ശമ്പള പരിഷ്കരണം നാം ആവശ്യപ്പെട്ടത്. അതിനുശേഷം 22ാം സമ്മേളനം ആലപ്പുഴ വെച്ച് നടന്നു. നമ്മൾ ആ സമ്മേളനത്തിൽ വെച്ച് ഇടക്കാല ആശ്വാസം ആവശ്യപ്പെട്ടു. കാരണം 1/7/2014 മുതൽ ശമ്പള പരിഷ്കരണം
ഡ്യൂ ആയതാണ്. 5 വർഷത്തിൽ ഒരിക്കൽ ശമ്പള പരിഷ്കരണം വേണമെന്ന അംഗീകൃത തത്വം. TV നാരായണൻ അധ്യക്ഷനായി. PP ബാലകൃഷ്ണൻ, KV ദിവാകരൻ, A അപ്പുക്കുട്ടൻ, P കുഞ്ഞമ്പു പൊതുവാൾ എന്നിവർ സംസാരിച്ചു. ബാലൻ ഓളിയക്കാൽ സ്വാഗതവും K കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. പാഠപുസ്തകങ്ങൾ കിട്ടിയില്ലെങ്കിൽ എന്താ? ഡിവൈഎഫ്ഐ പ്രവർത്തകർ പുസ്തകങ്ങളുമായി സ്കൂളിലേക്ക്. നീലേശ്വരം ഗവൺമെന്റ് LP സ്കൂളിൽ പുസ്തക വിതരണം നടന്നു. സ്കൂളിൽ നടന്ന പാഠപുസ്തക വിതരണം ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം PK രതീഷ് ഉദ്ഘാടനം ചെയ്തു. KV അഭിലാഷ് അധ്യക്ഷനായി. സ്കൂൾ പ്രധാനാധ്യാപിക MS ശ്രീദേവി, PTA പ്രസിഡന്റ് C പ്രഭാകരൻ, SFI നീലേശ്വരം ഏരിയ സെക്രട്ടറി KV ശ്യാംചന്ദ്രൻ, ദീപേഷ്, അശോകൻ എന്നിവർ സംസാരിച്ചു. KV രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു. മടിക്കൈ പഞ്ചായത്ത് 8ാം വാർഡിൽ ഗ്രാമവികസന സെമിനാർ നടത്തി. എരിക്കുളം ദേവസ്വം ഹാളിലായിരുന്നു സെമിനാർ. വരുന്ന 10 വർഷത്തേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ തയ്യാറാക്കുന്നതിനാണ് പഞ്ചായത്തിലെ 15 വാർഡുകളിലും ഗ്രാമവികസന സെമിനാറുകൾ നടത്തുന്നത്. കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VM പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. എന്നാൽ നമ്മളെ സംബന്ധിച്ചോളം ജനകീയാസൂത്രണ പ്രസ്ഥാനം ആരംഭിച്ച് 20 വർഷം പൂർത്തിയാകുന്ന വേളയിൽ അതിന്റെ നേതൃത്വത്തെ സംബന്ധിച്ചെല്ലാം പരിശോധിക്കുകയും എന്താണ് നമുക്ക് നേടാനായത്, എന്താണ് ഈ നേതൃത്വത്തിലുള്ള പോരായ്മകൾ എന്നതിനെ കുറിച്ചെല്ലാം തന്നെ ഒരു സമഗ്രമായ ചർച്ച നടക്കുന്ന സമയമാണ്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം തന്നെ 20 വർഷത്തെ ചരിത്രം ഇരകളുടെ നേതൃത്വം തയ്യാറാക്കാൻ വേണ്ടി ആരംഭിച്ചിട്ടുണ്ട്. 20 വർഷം മുമ്പത്തെ പഞ്ചായത്ത് എങ്ങനെയായിരുന്നു, അതിന്റെ ഭൗതിക സാഹചര്യം, അവിടുത്തെ ക്ഷേമ പ്രവർത്തനങ്ങൾ, ആശുപത്രിയുമായി ഇങ്ങനെ സമഗ്രമായിട്ടുള്ള ചരിത്രമാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തനാട്ട് രാജൻ അധ്യക്ഷനായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P സത്യ, CK കൃഷ്ണൻ, KP ചന്ദ്രൻ, CRD ശശി, M രാജൻ, NK കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. KV സുഷമ സ്വാഗതവും ശാന്ത ടീച്ചർ നന്ദിയും പറഞ്ഞു. തൃക്കരിപ്പൂർ മാടക്കാൽ ബണ്ടിന്റെ പുനർനിർമ്മാണം തുടങ്ങാത്തതിനെതിരെ നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക്. ടെൻഡർ നടപടി പൂർത്തിയായിട്ട് മാസങ്ങൾ കഴിഞ്ഞു. മാടക്കാൽ ബണ്ടിലെ രണ്ടാമത്തെ കലുങ്ക് നിർമ്മാണമാണ് അനിശ്ചിതമായി നീളുന്നത്. K കുഞ്ഞിരാമൻ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കാൻ തീരുമാനിച്ച കലുങ്കിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നേരത്തെ നടന്നിരുന്നു. എന്നാൽ പ്രവൃത്തി ഇനിയും തുടങ്ങിയിട്ടില്ല. കൗവായുടെ കൈവഴിയായ മാടക്കാൽ പുഴയിൽ 25 വർഷം മുൻപ് നിർമ്മിച്ച ബണ്ട് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുകയും ഈ ഭാഗത്ത് പായലും മാലിന്യവും നിറഞ്ഞ് ദുർഗന്ധം പരക്കാൻ തുടങ്ങിയതോടാണ് കലുങ്ക് എന്ന ആവശ്യമുയർന്നത്. കഴിഞ്ഞ വർഷം MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് 35 ലക്ഷം രൂപ ഉപയോഗിച്ച് ബണ്ടിന്റെ കിഴക്കുഭാഗം കലുങ്ക് നിർമ്മാണം നടത്തി വെള്ളം ഒഴുക്കിവിട്ടിരുന്നു. ബണ്ടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ബണ്ട് കൂടി വേണമെന്ന വിദഗ്ധ അഭിപ്രായത്തെ തുടർന്നാണ് MLA ഫണ്ടിൽ നിന്നും വീണ്ടും 35 ലക്ഷം രൂപ കൂടി അനുവദിച്ചത്. മാടക്കാൽ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പാണ് പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചത്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു കാലത്തും MLA ആയാലും MP ആയാലും ഗ്രാമപഞ്ചായത്തെ പ്രതികരിച്ച് LDF ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ പോലും ഒരു വികസന പ്രവർത്തനം നടത്താത്തതിന് പകരം ചില അത്തരം പ്രവർത്തന ശൈലിയുമായി മുന്നോട്ട് പോകുന്നവർക്കെതിരെ ഭവനങ്ങളിൽ ചെന്നുകൊണ്ട് മാർച്ച് നടത്തുകയും ജനങ്ങൾ തെറ്റിദ്ധാരണ വരുത്തിക്കൊണ്ട് മറ്റ് പല പരിപാടികൾക്ക് രൂപം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചപ്പാട് എന്തുകൊണ്ടും ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം. അതിന് പകരം ബഹുമാനപ്പെട്ട MLA മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നീക്കിവെച്ച ഫണ്ട് 3 കൊല്ലമായി പ്രസംഗം നടത്തുന്നതല്ലാതെ ആ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് ആ ഫണ്ട് ക്രിയാത്മകമായ നിലയിൽ പൂർത്തീകരിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. കലുങ്കിന്റെ നിർമ്മാണം പൂർത്തിയായാൽ മാത്രമേ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ബണ്ട് റോഡിന്റെ പുനർനിർമ്മാണവും പാർശ്വഭിത്തി സംരക്ഷണവും നടക്കുകയുള്ളൂ. ബണ്ടിലെ രണ്ടാമത്തെ കലുങ്കിന്റെ നിർമ്മാണം ആരംഭിക്കണം എന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദ്യാലയങ്ങളിൽ ഓണപരീക്ഷ മാറ്റിവെച്ചതിൽ പ്രതിഷേധം. യുവമോർച്ച പ്രവർത്തകർ DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ 45 ദിവസത്തിനകം നൽകാൻ നടപടി വേണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ K മോഹൻകുമാർ. ജനങ്ങളുടെ ജീവന് ഭീഷണി ഉയർത്തി തകർന്നു വീഴാറായ വാട്ടർ ടാങ്ക്. മാവുങ്കാലിലെ വാട്ടർ ടാങ്ക് പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പകർച്ചപ്പനി പടരുമ്പോഴും സർക്കാർ ആശുപത്രിയിലെ സൗകര്യങ്ങൾ ഉയർത്തുന്നില്ല.
ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ NCP പ്രവർത്തകരുടെ പ്രതിഷേധം. ക്ഷേമനിധി ഓഫീസിൽ സ്ഥിരം എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കണം. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. അടോട്ടുവയലിലെ തരിശുപാടത്ത് നെൽകൃഷി ഇറക്കി ജോളി ക്ലബ് പ്രവർത്തകർ മാതൃകയായി.